എല്ലാ നാടുകളിലും ഇന്ന് എവിടെ നോക്കിയാലും പടുകൂറ്റം മദ്രസ കെട്ടിടങ്ങൾ കാണും. നാട്ടുകാരും മഹല്ല് കമ്മിറ്റിക്കാരും ഒത്തുചേർന്ന് ആ മദ്രസയെ കൊട്ടാരങ്ങൾ പോലെ സുന്ദരമാക്കുന്നു. സന്തോഷം. പക്ഷേ ആ സ്വർഗതുല്യമായ മന്ദിരങ്ങൾക്കുള്ളിൽ നിന്ന് നമ്മുടെ മക്കളെ നേർവഴിക്ക് നടത്താൻ ജീവിതം ഒഴിഞ്ഞു വെച്ച ചിലരുണ്ട്. നമ്മുടെ ഉസ്താദുമാർ. അക്ഷരങ്ങൾക്കപ്പുറം സംസ്കാരവും ജീവിതചര്യവും പകർന്നു നൽകിയ ഉസ്താദുമാർക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്നും വലിയൊരു സ്ഥാനമുണ്ട്. വലിയ ശമ്പളമില്ല, ആഡംബരങ്ങളില്ല. ഒരു പഴയ ബാഗും കയ്യിൽ പിടിച്ച് മഴയത്തും വെയിലത്തും മദ്രസയുടെ ഓരോ പടികളും കയറി വരുന്ന ആ വെള്ളവസ്ത്രധാരിയുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം? വെറും 7,000-ഉം 8,000-ഉമാണ് എല്ലാ നാടുകളിലും മദ്രസ അധ്യാപകരുടെ മാസ ശമ്പളം. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു കടയിൽ പോയാൽ ഇന്ന് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 400 രൂപയാണെങ്കിൽ 1 ലക്ഷം ശമ്പളം വാങ്ങുന്നവനും ആ 400 രൂപ തന്നെ നൽകണം. മാസം വെറും 7,000 രൂപയും 8,000 രൂപയും കയ്യിൽ കിട്ടുന്ന ഉസ്താദ് നൽകേണ്ടത് അതേ 400 രൂപ തന്നെയാണ്. ഒരു കാര്യം നിങ്ങൾ മറക്കല്ലേ, മൊബൈൽ ഫോണിന് അടിമകളായ ഈ ന്യൂ ജനറേഷൻ കാലത്തെ നമ്മുടെ മക്കളെ നേർവഴിക്ക് നടത്താൻ അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. സ്കൂളിലെ പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിതം എന്താണെന്നും സ്വഭാവം എന്താണെന്നും അവർക്ക് പകർന്നു നൽകുന്നത് ഈ മനുഷ്യരാണ്. സങ്കടങ്ങൾ വരുമ്പോൾ പടച്ചവനെ വിളിക്കാൻ നമുക്ക് നാവ് തന്നതും ഇതേ ഉസ്താദ് തന്നെയാണ്. ഓരോ നാടുകളിലും അവരവരുടെ മഹലിന്റെ വികസനത്തെക്കുറിച്ചും വരവ് ചിലവ് കണക്കുകളെക്കുറിച്ചും നിങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ കണക്ക് പുസ്തകങ്ങളിൽ ഒരിടത്തും കാണാത്ത, എന്നാൽ പടച്ചവന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുന്ന ഒരു വലിയ നീതികേടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കെട്ടിടങ്ങൾക്ക് മോടി കൂട്ടുന്നതിനേക്കാൾ മുൻഗണന അവിടെ അറിവ് പകർന്നു നൽകുന്നവരുടെ ജീവിതത്തിന് നൽകിക്കൂടെ? നമ്മുടെ മക്കളെ നേർവഴിക്ക് നടത്തുന്നവരുടെ വയറ് നിറയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ നാട്ടുകാരൻ്റെയും കടമയാണ്. ചിന്തിക്കുക. ഇനിയെങ്കിലും മാറ്റം നമ്മുടെ അടുത്ത് നിന്ന് തന്നെ തുടങ്ങട്ടെ. നന്മയുടെ അക്ഷരങ്ങൾ നമ്മുടെ കൽബുകളിൽ കോറിയിട്ട ഓരോ ഉസ്താദുമാർക്കും അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.